രഞ്ജിതയെ അപമാനിച്ച് കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ എ പവി. ജാതിപ്പേര് പറഞ്ഞാണ് അധിക്ഷേപം. സമൂഹ മാധ്യമത്തിൽ മോശം പരാമർശങ്ങൾ നടത്തിയതിന് ഡെപ്യൂട്ടി തഹസീൽദാറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത്യന്തം ദാരുണമായ വിമാന അപകടത്തിൽ മരണമടഞ്ഞ വ്യക്തിയാണ് രഞ്ജിത. അവരെയാണ് ഇത്തരത്തിൽ അപമാനിച്ചത്. തീർത്തും ഒരു വിവേകശൂന്യമായ ബുദ്ധിശൂന്യമായ നടപടി എന്നേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടതുള്ളൂ. അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. കാസർഗോഡ് നിന്ന് PK സരീഷ് ചേരുന്നു. സരീഷ്, ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു അപമാന പരാമർശം നടത്തിയിരിക്കുന്നത്. അതും അത്യന്തം ദാരുണമായ ഈ അപകട വാർത്തകൾ വരുന്നതിനിടയിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി എന്നുള്ള വാർത്തയാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബുദ്ധിശൂന്യത എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് ഈ കാസർഗോഡ് ഡെപ്യൂട്ടി തഹസിൽദാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു സംഭവം ഉണ്ടാകുന്നു, അതായത് ലോകം തന്നെ ഞെട്ടിക്കുന്ന ഒരു അപകടം ഉണ്ടാകുന്നു. ആ അപകടത്തിൽ പത്തനംതിട്ട സ്വദേശിയായ മലയാളി മരണപ്പെട്ടു എന്ന വിവരം ഏത് മലയാളിയെയും സങ്കടത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരാൾ അനുശോചന കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നു. അതിന് താഴെയാണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാർ കൂടിയായ എ പവി ഇത്തരത്തിലൊരു മോശം ജാതിപ്പേര് പരാമർശിച്ച മോശം കമന്റ് ഇട്ടിരിക്കുന്നത്. അതിനെതിരെ വിമർശനം വന്നപ്പോൾ വീണ്ടും ഈ കമന്റിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പോസ്റ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ അത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതിനെതിരെ ഈ തഹസിൽദാർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം. അത് കൃത്യമായി ജാതിപ്പേര് പറയുകയും ഈ മരിച്ച വനിതയ്ക്ക് സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ആ സർക്കാർ ജോലി ഉപേക്ഷിച്ച് വിദേശത്ത് പോയത് പണമുണ്ടാക്കാനാണ് എന്ന രീതിയിൽ, ഒപ്പം തന്നെ ദ്വയാർത്ഥപരമായ പ്രയോഗങ്ങളെല്ലാം തന്നെ ഈ കമന്റിൽ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് കളക്ടറോട് വിശദീകരണം തേടുന്നു. കൃത്യമായി ഈ തഹസിൽദാരുടെ ഭാഗത്ത്, ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കളക്ടർ നേരിട്ട് ഈ സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം പരാമർശം നടത്തിയതിന്റെ ായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ ഒരു പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. തീർച്ചയായും വിവേകശൂന്യമായ ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തി വളരെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും നടപടി എടുത്തിരിക്കുന്നു.